2015 മുമ്പുള്ള സമയത്ത് നമ്മളൊരു ആൾ വരുന്നു, ഒരു 4 ബെഡ്റൂം 4 BHK വീട് വേണമെന്ന് പറയുന്നു. നമ്മളൊരു പ്രപ്പോസൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇത്. അതായത് ഒരു ആർക്കിടെക്റ്റിൻ്റെ ഇഷ്ടങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇൻപുട്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് അതിൽ നിന്നൊരു മാറ്റം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരിയധികം സമയം ക്ലയൻസുമായിട്ട് ഡിസ്കഷൻ ആൻഡ് ബ്രീഫിങ്ങിന് വേണ്ടി ആദ്യമേ സമയമായിരിക്കും. കാരണം എങ്കിൽ മാത്രമേ അവരുടെ എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമേ നമ്മൾ പ്രിലിമിനറി ലേഔട്ട് ഡ്രോയിങ്സ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് പറയാൻ കാണും. ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അത് അഡ്രസ്സ് ചെയ്ത് നമ്മളത് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡ്രോയിങ്സിൻ്റെ ഫർണിച്ചർ ലേഔട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യും. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നുമുള്ള ഒരു ഡ്രോയിങ്സ് നമ്മൾ ഡോസും വിൻഡോസും ഒക്കെ വെച്ചങ്ങ് പോകുന്നുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു ക്ലയൻറ്റിന് നമുക്ക് അവരുടെ സോഫ എൽ ഷേപ്ഡ് സോഫയാണോ വേണ്ടത്, ഏത് ടൈപ്പാണ് വേണ്ടത്, കസ്റ്റമൈസ്ഡ് ആണോ വേണ്ടത്, എൻ്റെ ഡൈനിങ് ടേബിൾ അവിടെ കിടക്കുമോ, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ചെയ്യും, MEP ഡ്രോയിങ്സ് നമ്മൾ ചെയ്യും, സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ 3D ഇമേജ് ക്രിയേഷൻ നമ്മൾ ചെയ്യുന്നത്. അയൺ യൂസ് ചെയ്യുന്നത്, സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്, അതിനകത്തൊന്നും നമുക്ക് വലിയ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഒത്തിരിയധികം ചോയ്സസ് ഉണ്ട്. ഇപ്പം ഇലക്ട്രിക്കൽ കാര്യങ്ങൾ, സ്വിച്ചസ്, ടൈൽസ്, സാനിറ്ററി വെയർസ്, ഇപ്പോൾ ഒത്തിരിയധികം കമ്പനീസ്, ബ്രാൻഡ്സ്, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏതൊരു കസ്റ്റമറുടെയും ഒരു ആഗ്രഹം. അപ്പം അതിനനുസരിച്ചും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിങ് ഞങ്ങൾ ഇത് ചെയ്യാറുണ്ട്. അതിനൊരു പ്രോപ്പർ ഒരു എഗ്രിമെൻറ്റ് സ്പെസിഫിക്കേഷൻസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 70 റുപ്പീസിൻ്റെ ടൈലാണ് നമ്മൾ ഇടുന്നത്. ഇന്ന ബ്രാൻഡുകൾ എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് 70 അല്ല അന്ന് വേണ്ടത്, കുറച്ചും കൂടെ കൂടി ഒരു 100 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റിൻ്റെ ടൈൽസാണ് വേണ്ടതെങ്കിലും അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള രൂപ നമുക്ക് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ആ ഷോപ്പിലോട്ട് പേ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമ്മളിപ്പം ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്.